السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا مولانا محمد. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇൽമിന്റെ മജ്ലിസിൽ ഒത്തുകൂടിയ ഈ ഒത്തുകൂടൽ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് സാമൂഹ്യ ജീവികളായ മനുഷ്യന്മാർ അവർക്ക് പലരുമായി ബന്ധമുണ്ട്. അക്കൂട്ടത്തിൽ പരിചയക്കാരുണ്ട്, പരിചയമില്ലാത്ത ആളുകളുണ്ട്. പരിചയക്കാരായ ആളുകളുമായി എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, നമുക്ക് പരിചയമുള്ള ആളുകളുമായി നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഗസാലി ഇമാം പറഞ്ഞു, വൈൻ ആദൂക ഫലാ തുഖാബിലുഹും ബിൽ അദാവത്തി. ഒരാൾ ഇങ്ങോട്ട് ശത്രുത കാണിച്ചാൽ ആ രൂപത്തിൽ അങ്ങോട്ട് ശത്രുത കാണിക്കരുത്. ഇങ്ങോട്ട് ശത്രുത കാണിച്ചാൽ തിരിച്ച് അങ്ങോട്ട് ശത്രുത കാണിക്കരുത് എന്ന് പ്രത്യേകിച്ച് മഹാനായ ഗസാലി ഇമാം പറയുകയുണ്ടായി. വൈദാ സഅൽത വാഹിദ, ആരോടെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടു, എന്നിട്ട് ഫഖളാഹ, അവനത് നിർവഹിച്ചു തന്നാൽ, എന്തെങ്കിലും ആവശ്യപ്പെട്ടു, എനിക്കൊരു 1000 രൂപ കടം തരണമെന്ന് പറഞ്ഞു, അത് അവൻ നിർവഹിച്ചു തന്നു, അങ്ങനെ പൈസ തന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം തരണം, എൻ്റെ വാഹനം ഒന്ന് എനിക്കൊരു ദിവസം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ഇങ്ങനൊരു ആവശ്യമുണ്ട്, അതൊന്ന് നീ തരണം. പഴയ കാലത്ത് ഒരു കൈക്കോട്ടാണ് ചോദിക്കൽ, ആ കൈക്കോട്ടൊന്ന് തരുമോ, അതാണ് ചോദിക്കുക. അതേപോലെ അരിവാക്കത്തി ഒന്ന് തരുമോ, അയൽവാസികൾക്ക് എല്ലാവർക്കും കൂടി ഒരു കൈക്കോട്ടുണ്ടാവും. അത് ഒഴിവുള്ള ദിവസമാണ് പണിക്കാരെ വിളിക്കുക. ഇവിടെ പണിക്കാരെ വിളിക്കുന്ന ദിവസം അവിടെ വിളിക്കൂല, കാരണം രണ്ടാൾക്കും കൂടി പണിയെടുക്കാൻ കൈക്കോട്ടുണ്ടാവില്ല. അതേപോലെ ഒരു അരിവാക്കത്തി, അതിനേക്കാളും വലുതാണ് കോടാലി. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെങ്കിലും ഒരു വീട്ടിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇസ്തിരിടല്, ഞാൻ മുത്താല്യമാകുന്ന കാലത്ത് ഞങ്ങൾ ഇസ്തിരിടല്, അന്നൊക്കെ കോറത്തുണിയും കോറക്കുപ്പായും അല്ലേ. അപ്പൊ നല്ലപോലെ തിരുമ്പി എന്നിട്ട് നീലം മുക്കി, നീലം മുക്കുമ്പോ ആ നീലം കട്ട പിടിക്കാതിരിക്കാനായി ഒരു ശീലയിൽ ആ നീല കെട്ടിയിട്ട് അതിങ്ങനെ മുക്കും. അങ്ങനെ മുക്കിയിട്ടാണ് നീലം മുക്കൽ. അങ്ങനെ അത് ഒരു പടം വിരിച്ചിട്ട്, അത് മിക്കവാറും വിരിക്കാറുള്ള പടം ഉറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന പുതപ്പ്, ആ പുതപ്പിലിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ആക്കിയിട്ട് മടക്കിയിട്ട് ഒരു തലയുടെ ചോട്ട് വെച്ച് ആ തലക്കണിമ കുറച്ചു നേരം ഇരിക്കും. അതാണ് ഇസ്തിരി. അങ്ങനെയാണ് ഇസ്തിരിടല്. അപ്പൊ വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷേ പിൽക്കാലത്ത് ഇസ്തിരി ചെയ്യുന്ന ഇസ്തിരിപ്പെട്ടി വന്നു, ചെമ്പിന്റെ ഓടിന്റെ ഒക്കെ ഇസ്തിരിപ്പെട്ടി വന്നപ്പോ അത് വാങ്ങിക്കുവാനും പൈസ ഇല്ലാതെ നമ്മളൊക്കെ ചെയ്തിരുന്നത്, നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഒരു വാര്യന്മാരുടെ വീടുണ്ടായി. എൻ്റെ തറവാടിന്റെ ചുറ്റുഭാഗത്തും മുസ്ലിം സഹോദരന്മാർ, 4 ഭാഗത്തും അവരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരൊക്കെ വല്ലാത്ത സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മാപ്പാനോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. മൊയ്ലേര് 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 മൊയ്ലേരാപ്പള എന്ന് പറഞ്ഞിട്ട് വെള്ളം വന്നിരിക്കാനും അവരുടെ ഓണത്തിനും മറ്റ് വിഷയങ്ങൾക്കൊക്കെ അവര് കോള് കൊടുന്നു തരും. അങ്ങനൊക്കെ ബഹുമാനിക്കും. പാപ ദർസിലേക്ക് പോയാൽ അവിടെ ഓലൊക്കെ ആണുങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട്
ഉമ്മയും ചെറിയ കുട്ടികളെ പേരയിലുണ്ടാവുള്ളൂ, സുരക്ഷിതമാണ്. അവരൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സൗഹാർദ്ദം. അത് പിൽക്കാലത്ത് ചില ആൾക്കാർ മനഃപൂർവ്വം അതൊക്കെ ഇല്ലാതാക്കിയതാണ്. ആ സൗഹാർദ്ദം ഉണ്ടായാൽ അവരെ രാഷ്ട്രീയപരമായി അവർക്കൊന്നും വളരാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അവരതൊക്കെ ഇല്ലാതാക്കിയതാണ്. മഹാനായ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു മഹാനവറുടെ അടുക്കലൊക്കെ പാമ്പ് കടിച്ചാൽ എല്ലാവരും പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യും? മഹാനവർ എടുത്ത് കൊണ്ടുവരും. അന്നൊക്കെ ഇപ്പത്തെ മാതിരിയല്ല, ഇടക്കിടക്ക് പാമ്പുകൾ ഉണ്ടാവും. ഇപ്പത്തെ മാതിരി റോഡുകളോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ എല്ലാം റോഡുകളായി, എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചെയ്തു. അങ്ങനൊന്നും ആയിരുന്നില്ല. എപ്പോഴും ഈ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പരപ്പനങ്ങാടി തോന്നുമ്പോൾ തലക്കാണ്ട് ചോട്ടുണ്ടാവും പാമ്പ്, തലക്കാണ്ട് ചോട്ട്, ചെറിയ വട്ടപ്പുറ, അതൊക്കെ അങ്ങനൊക്കെയായിരുന്നു. പക്ഷെ അതൊക്കെ അതിന്റെ ശല്യങ്ങൾ കുറവായിരുന്നു, ആക്രമിക്കൽ കുറവായിരുന്നു. അപ്പോ എല്ലാ മഹാന്മാരായ ആളുകളും, അതാണ് മുസ്ലിയാരങ്ങാടി, തങ്ങൾപ്പടി, ഇങ്ങനൊക്കെ പേര് വരാൻ തന്നെ കാരണം അതാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് മുസ്ലിയാരങ്ങാടി ഉണ്ടാവും, വേറെ ഒരുപാട് സ്ഥലത്ത് തങ്ങൾപ്പടി ഉണ്ടാവും, അതേമാതിരി ആശേരിപ്പടി ഉണ്ടാവും, കൊല്ലംപടി ഉണ്ടാവും, അതങ്ങനെ ഉണ്ടാവും. അങ്ങനെ വളരെ സൗഹാർദ്ദപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഒരു ഇസ്തിരിപ്പെട്ടി ഉണ്ടായിരുന്നു. അതാണ് ആ പരിസരത്തുള്ളവരൊക്കെ കൊണ്ടുപോവുക. ചിലപ്പോ 1-2 ദിവസം നമ്മളെ പേരെ തന്നെ ഉണ്ടാവും ആ വാര്യന്മാർ. അവിടെ മാതൃഭൂമി പത്രം ഉണ്ടാവും. മറ്റൊരു സ്ഥലത്ത് അവിടെ ഭാസ്കരൻ നായർ, അദ്ദേഹം മലയാള മനോരമന്റെ ഏജന്റാണ്, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ. അയാളെ പേരയിൽ മനോരമ ഉണ്ടാവും. ഇത് ആ പരിസരത്തുള്ള വീടുകൾക്കൊക്കെ കൊണ്ടുപോയിട്ട് അതാ വായിക്കുക. ഇങ്ങനെയായിരുന്നു സൗഹാർദ്ദ ബന്ധം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്കൊക്കെ എത്രയോ അനുഭവങ്ങളാണ്. പറമ്പ് വളക്കാൻ വേണ്ടിയിട്ട് പണിക്കാർ വരുമ്പോൾ അവിടെ പോയി കൈക്കോട്ടി ഓടിച്ചുകൊണ്ടിരും, ഇവിടെ പോയിട്ട് അരികത്തി ഓടിച്ചുകൊണ്ടിരും, എന്നിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ ചോറെക്കാനുള്ള പാത്രം അവിടെ പോയി കൊണ്ടുവരും. അതേപോലെ തന്നെ ഒരു വീട്ടിൽ പ്രസവിക്കുമ്പോൾ ആ പ്രസവിച്ച പെണ്ണിന് മരുന്നുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വട്ടണം പോലത്തെ സാധനങ്ങളൊക്കെ അടുത്ത പെരേന്ന് പോയി കൊണ്ടുവരും. ഇങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു സൗഹാർദ്ദം തന്നെ. ഇപ്പൊ ആർക്കും ഒന്നും പോകേണ്ട ആവശ്യമില്ല, അങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. എന്നോട് ചുങ്കം മഹലിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, അടുത്ത പെരേന്ന് ഉദഹയ്യത്തിന്റെ ഇറച്ചി കൊണ്ടുവന്നപ്പോ, നമ്മളെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു ഫ്രിഡ്ജിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അത് വീട്ടിൽ ചെന്ന് ഈ ഇറച്ചി കൊണ്ടുവന്ന കുട്ടിയോ മറ്റോ കുറച്ച് സ്ട്രോങ് പോയി പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങാടിയിൽ പോയിട്ട് ഫ്രിഡ്ജ് മേടിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങാടി പോയിട്ട്, അപ്പൊ ഇവിടുത്തെ പൈസ ഉണ്ടായത് എവിടുന്ന് ഉണ്ടായത്? അത് സ്ഥലമില്ലാഞ്ഞ പിന്നെ എന്താ കാട്ടുക? സ്ഥലം നിവൃത്തിയൊന്നുമില്ലല്ലോ. അങ്ങനൊക്കെ ആയിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഇത് അവിടെ കൊണ്ടുവെക്ക്, അവിടെ ഇവിടെ കൊണ്ടുവെക്ക് തന്നെ കുറച്ചപ്പുറത്തൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ വെച്ചിരുന്നു. ഫ്രിഡ്ജിന് പൈസ ഇല്ല, അതോടുകൂടെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ കറണ്ടിന്റെ പൈസ ആവും എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ കറണ്ടിന്റെ ബില്ലൊക്കെ വന്നാൽ ശമ്പളത്തിനേക്കാൾ അപ്പുറമാണ് ഇപ്പൊ കറണ്ടിന്റെ ബില്ല്. അക്കോലത്തിൽ അയക്കണ്. കുട്ടികൾക്കൊന്നും യാതൊരു ലെവലും ഇല്ല. എപ്പോഴും ഫാനിടലും, എപ്പോഴും ഇതൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മക്ക് പണി എല്ലാ ലൈറ്റും ഇങ്ങനെ ഓഫാക്കണം, എല്ലാം ഓഫാക്കും. അവിടെ എവിടെയെങ്കിലും ലേറ്റ് ഇട്ടിക്കണോ ഇങ്ങനെ നോക്കി നടക്കും. അവരങ്ങനൊക്കെ ആയിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, മഹാനായ ഗസാലി ഇമാം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുന്ന അവസരത്തിൽ മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവര് വൈദാ സഅൽത വാഹിദൻ, ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ച് അവരെ നിർവഹിച്ചിരുന്നാൽ ഫഷ്കുരില്ല, നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം കേട്ടോ. വഷ്കുറുഹു, അവനക്കും നന്ദി ചെയ്യണം. മല്ലം യഷ്കുരിന്നാസ് ലം യഷ്കുരില്ല എന്നാണ്. മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്ത ആൾക്കാര് അള്ളാഹ്ക്ക് നന്ദി ചെയ്യൂല. നമ്മളെ വാപ്പ ചോറയ്ക്കാനൊക്കെ വല്ലാത്ത പ്രയാസം അനുഭവിച്ചിരുന്നു. അപ്പോ എല്ലാ പെരുന്നാക്കും വാപ്പാക്കൊരു പെരേന്ന് ചോറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ, ഞങ്ങളൊക്കെ നിസ്കരിച്ചു വരുമ്പോ വാപ്പാ പെരയെ കയറി പോയി ചോറ് വയ്ക്കും. അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി. അവരുടെ പാപ്പാരൊക്കെ അങ്ങനെയാണ്. മുതല്ലിമാവുന്ന കാലത്തൊക്കെ വല്ലാതെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നപ്പോ കണ്ടറിഞ്ഞ് സഹായിച്ചിരുന്ന അവർക്കൊക്കെ വല്ലാത്ത ബഹുമാനാണ്.
വല്ലാത്ത ആദരവും ബഹുമാനാണ്. അപ്പൊ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് അതൊക്കെ ഓർമ്മ വേണം. അത് ഓർമ്മ വെച്ച് മഹാനായ ഗസാലി ഇമാം പറയാണ്, ഫഷ്കുരില്ല, അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം, ഒഷ്കുറുഹു, അവനക്കും നന്ദി ചെയ്യണം. ആ നന്ദി അവനോട്, അവന്റെ കുടുംബത്തോട്, എല്ലാവരോടും എന്ത് ചെയ്യണം, കാണിക്കണം. അത് നമ്മളങ്ങനെ നന്ദി ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികളും പഠിക്കുക. കുട്ടികളും അത് മനസ്സിലാക്കുക. ഞാനത് പഠിച്ചു, ഞങ്ങളത് മനസ്സിലാക്കി. അപ്പൊ കുട്ടികളും അത്, അപ്പൊ എത്രയോ വലിയ ആളയിക്കണം, കാളിയരയിക്കണം, എന്നാലും ആ പെരയിലൊന്ന് കയറും എന്ന് കയറിയിട്ട്, അപ്പൊ ചെറുപ്പത്തിൽ ഓതി പഠിക്കുന്ന കാലഘട്ടത്തിൽ അവരും അല്ലാതെ നോക്കിക്കണം. അപ്പോ അവിടെ ഒന്ന് കയറി അവർക്കൊന്ന് സന്തോഷിപ്പിച്ചിട്ട് കൊണ്ടുപോയി. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാന്മാരായ ആൾക്കാർ മനസ്സിലാക്കിയതാണ്. അതിലുള്ള ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ, നമ്മളതൊക്കെ ചെയ്യുന്നത്, അത് ചെയ്യുമ്പോൾ ഇപ്പൊ നാളെ 2-3 ചെറിയ കുട്ടികളായിട്ട് ഒരാൾ വന്നപ്പോ പോണ അവസരിച്ച് ഉസ്താദിന്റെ കൈ പിടിച്ച് മുത്ത് അറിയും. അത് പഠിപ്പിക്കണം. ഉസ്താദിന്റെ കൈ പിടിച്ച് മുത്ത്, എന്നിട്ട് ഉസ്താദിനോട് ദ്വാരക്കാൻ പറയും, സലാം പറയും. അങ്ങനൊക്കെ പഠിപ്പിക്കുകയാണ് കുട്ടികൾ. അപ്പൊ ഇങ്ങനെ ബഹുമാനം ഏറ്റവും ആവശ്യമുള്ളത് അതാണ്. കാരണം കുട്ടികൾ പുറമേക്ക് വരുമ്പോ, പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ അവര് ആരെയും ബഹുമാനിക്കാത്ത രൂപത്തിൽ, ആരെയും അംഗീകരിക്കാത്ത രൂപത്തിൽ, എന്ത് പറഞ്ഞാലും എതിർക്കുന്ന രൂപത്തിൽ, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ വളരുന്നത്. ഒരു അനുസരണമില്ലാതെയാണ് വളരുന്നത്. അതാണ് പുറമേയുള്ള സാഹചര്യം മുഴുവൻ. അവർക്ക് കിട്ടുന്ന സന്ദേശം അങ്ങനെ തന്നെ. ഒരാളോട് പറഞ്ഞാൽ 4 വാക്ക് അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരാണ് വലിയ ഹീറോ. അങ്ങനത്തെ ആൾക്കാരാണ് ഈ കുട്ടികളെ മനസ്സിലൊക്കെ. ആ രൂപത്തിലാണ് കുട്ടികൾ വളരുന്നത്. അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായി കുട്ടികളെ വളർത്തണമെങ്കിൽ പഴയ കാലത്ത് ഉലമാ സ്വീകരിച്ച, മഹാന്മാരായ ആൾക്കാർ സ്വീകരിച്ച ആ നിലപാടുകൾ. കക്കാട്ടം മൂസക്കുട്ടി അധികാരിയുടെ മകൻ എന്നോട് പറഞ്ഞു, എൻ്റെ വാപ്പ എന്നെ എപ്പോഴും കുഞ്ഞിസീപ്പുവിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകും. കുഞ്ഞിസീപ്പ് മുസ്ലിം എന്നാൽ വലിയ മഹാനായിരുന്നു. അപ്പൊ അവരടുത്ത് കൊണ്ടുപോകും, അവരെ കൊണ്ട് ദ്വാരപ്പിക്കും. അങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ കുഞ്ഞിസീപ്പുവിൽ വെള്ളം വന്നിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി അസുഖം ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇതുണ്ടായിട്ടില്ല, ആ അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ എല്ലാ റമദാനിക്കും കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് നോമ്പറക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു ശൈലി ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കുണ്ട്. അവര് നോമ്പറക്കാൻ വേണ്ടി ശിഷ്യന്മാർ വരും, എന്നിട്ട് കൂടിയിരുന്ന് നോമ്പറക്കും. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്. മഹാനായ താജുൽ ഉലമ കണ്ണിയത്തോറ അടുത്ത് പോയിട്ട് നോമ്പറന്നു. അപ്പൊ താജുൽ ഉലമക്ക് ഒരു സോക്കടുണ്ട്, ചിലപ്പോൾ തരിപ്പിപ്പോവും. താജുൽ ഉലമ പറഞ്ഞതാ, ഞാൻ ചിലപ്പോൾ തരിപ്പിപ്പോവും. ആ തരിപ്പിപ്പോയി കണ്ട് എനിക്ക് വീർപ്പിട്ടൂല. അങ്ങനെ ഞാൻ വല്ലാതെ വിഷമിക്കും. അപ്പോ മഹാനായ കണ്ണിയത്തോറ അവിടെ പോയിട്ട് ഞാൻ നോമ്പറന്നപ്പോ എനിക്ക് അവിടെ തരിപ്പിപ്പോയി. എൻ്റെ രംഗം കണ്ടിട്ട്, തരിപ്പിപ്പോയാല് അതൊരു വല്ലാത്തൊരു രംഗാണ്. നിങ്ങൾക്ക് കണ്ടുകൊണ്ടോന്ന് അറിയില്ല, ഞാൻ കണ്ടുകിടത് ഒരു വല്ലാത്ത രംഗാണ്. അപ്പോ വല്ലാത്ത രംഗം എന്ന് പറഞ്ഞാൽ ശ്വാസം കിട്ടൂല. അപ്പൊ കിടന്നിട്ട് എന്ത് ചെയ്യും, പടക്കും. അപ്പൊ അത് കണ്ടപ്പോ മഹാനായ കണ്ണിയത്ത് റഹ്മത്തുള്ള 2 കൈയിന്റെ തലയിൽ വെച്ച്, പഠിച്ചോനെ തങ്ങൾക്ക്, ഇന്റെ തങ്ങൾക്ക് ഇതിന് കൊടുക്കല്ല അള്ളാ, ഈ രോഗം കൊടുക്കല്ല അള്ളാ, ഒറ്റ ദ്വാ. അതിന്റെ ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ ശേഷം പിന്നെ എനിക്കത് നോക്കണുണ്ടായിട്ടില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. അപ്പൊ ആ ഒരൊറ്റ ദ്വാ താജുൽ എപ്പോഴും പറയുന്ന ഒന്നാണ്, എപ്പോഴും പറയുന്ന ഒന്നാണ്. അപ്പൊ അവരുടെയൊക്കെ ആ ഒരൊറ്റ ദ്വാ, അതൊക്കെ നമ്മൾ കാണിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് വലിയ ഉപകാരം ലഭിക്കും. അപ്പൊ അതുകൊണ്ടാണ് മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്, വൈൻ ഖസ്സറ, ഇനി അവൻ വീഴ്ച വരുത്തിയാൽ, പറഞ്ഞാല് ഇപ്പൊ കൈക്കോട്ട് തരാൻ പറ്റൂല, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വണ്ടിയായിട്ട് വേറെ പോകാണ്ട്, ഇപ്പൊ പഴയ കാലത്ത് കൈക്കോട്ടായത് ഇപ്പൊ വണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളാണ്. അപ്പൊ അതേറ്റ് പോകാണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ തരാതിരുന്നാൽ, വീഴ്ച വരുത്തിയാൽ ഫലാത്തു ആത്തിബുഹു, അവൻ ആക്ഷേപിക്കരുത്. അവനെ നീ ആക്ഷേപിക്കരുത്, അവന്റെ സാധനമാണ്. നമ്മൾ അറിയാത്ത ആവശ്യങ്ങൾ ഉണ്ടാകും, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത എത്ര ആളുകളാണെന്നറിയോ. പ്രത്യക്ഷത്തിൽ അവരൊക്കെ നല്ല സുഖമായിരിക്കും. അവരോട് അടുക്കുമ്പോഴും അവരുടെ വിഷമങ്ങൾ പറയാൻ ആരാണുള്ളത്? ആരാ അത് കേൾക്കാനുള്ളത്? ആരെങ്കിലും കേൾക്കാൻ വേണ്ടേ? പലരും പറയും നമുക്ക് പറയാൻ ആരുമില്ല. നമുക്ക് പറയാൻ അള്ളണ്ട്, ആരുമില്ല എങ്ങനെ പറയാം? നമുക്കൊക്കെ പറയാൻ അള്ളല്ലേ? അള്ളാഹു ഉണ്ടല്ലോ, എല്ലാവരും വിഷമങ്ങളും പറയാൻ അള്ളാഹു ഉണ്ടല്ലോ. ആരോടൊപ്പം പറയാം? നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മളെ സഹായിക്കാൻ അള്ളുണ്ട്. ഇത് മരിക്കുന്നത് വരെ ഇവനെ സഹായിക്കാൻ ആളാ, ഇവനക്ക് അങ്ങോട്ടും സഹായിക്കണ്ടേ? അതുണ്ടാവില്ല. മരിക്കുന്നത് വരെ ഒരാളെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? വലിയ വലിയ മനുഷ്യന്മാര് വന്ന് പറയാം, അങ്ങനെയാണ്, നമ്മളെ നോക്കാൻ ആരുമില്ല. പാപ്പുണ്ടായിരുന്നു, ഉക്കാക്കുണ്ടായിരുന്നു, എളാപ്പുണ്ടായിരുന്നു, അമ്മോങ്കാക്കുണ്ടായിരുന്നു,
അപ്പൊ ഇപ്പൊ ഓനൊരു വാപ്പല്ലേ, ഓനൊരു എളാപ്പല്ലേ, ഓൻ്റെ അമ്മോനല്ലേ. അപ്പൊ ഓന് പിന്നെ ആ അവസ്ഥക്ക് മാറിയിട്ട് ഇനി ഓന് നോക്കണം, അവൻ തന്നെ നോക്കണം. എന്നും ഇങ്ങനെ ഒരാൾ ഹെൽപ്പ് ചെയ്യാണ്ടാവോ? അത് എവിടെ ഉണ്ടാവൂല, ഒന്നും ഹെൽപ്പ് ചെയ്യാണ്ടാവൂല. ആ ഒരു കാലം നല്ല കാലമായിരുന്നു. വാപ്പുണ്ടാവുന്ന സമയത്ത് പരാതി പോയിട്ട് വാപ്പാനോട് പറയുമ്പോ അതൊക്കെ വല്ലാത്ത ഒരു റാഹത്തുള്ള കാലമായിരുന്നു. പിതാക്കന്മാരുണ്ടാകുമ്പോ, മാതാക്കൾ ഉണ്ടാകുമ്പോ ഉമ്മാനോട് പോയിട്ട് സങ്കടം പറയുമ്പോ അങ്ങനൊക്കെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനൊക്കെ ഒരു വിഷയമുണ്ട്. അപ്പൊ ഉമ്മ നല്ല വാക്ക് പറയും, മോനെ അത് അങ്ങനെ നമ്മളെ തറവാട്ടിലെ അമ്മോൻ കാക്കാക്ക്, വലിയ കാക്കാക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ പാപ്പാക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉമ്മ രണ്ട് വാക്ക് പറഞ്ഞാല് ആ വിഷമക്കൊണ്ട് തീരും. അങ്ങനെ രണ്ട് വാക്ക് പറഞ്ഞാൽ അതുമാതിരി ഇപ്പാപ്പാനോടൊക്കെ പോയി പറഞ്ഞാല് ഓലൊക്കെ പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരും. ആ പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങും. അതൊക്കെ നമ്മൾ ശീലിക്കുകയും മറ്റുള്ളവരെ ശീലിപ്പിക്കുകയും ചെയ്താൽ നല്ല ഒരു അന്തരീക്ഷം. ഇതൊക്കെയായിരുന്നു സലഫുസാലിഹ്യങ്ങൾ ഇവിടെ ചെയ്ത് കാണിച്ചു തന്നിരുന്നത്. ഒരങ്ങനെ വെറും ഒരു വാത് പറയലോ അല്ലെങ്കിൽ വെറും ഒരു ക്ലാസ് എടുക്കലോ ഒന്നുമല്ല. അവർ ജീവിച്ച് കാണിച്ചു തരില്ല. അവരുടെ ജീവിതത്തിലൂടെ അതൊക്കെ എന്ത് ചെയ്യും, കാണിച്ചു തരും. അവരുടെ അപ്പാപ്പാര് അവരൊക്കെ നല്ല മനുഷ്യന്മാർ. നിങ്ങളപ്പാപ്പാരൊക്കെ നല്ലവരാണ്. ഇവിടെ ഈ നെടിയിരിപ്പിന് അങ്ങനൊക്കെ ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പതി ഉസ്താദിനെ സ്വീകരിച്ച ഒരു സ്ഥലമാണ്, പതി ഉസ്താദിനെ ബഹുമാനിച്ച ഒരു നാടാണ്. നിങ്ങൾ പിതാക്കന്മാർ വളരെ ഈ നമ്മുടെ മേലെ പറമ്പായിരുന്നാലും ചുങ്കായിരുന്നാലും അതുപോലെ തന്നെ കാവുങ്ങലായിരുന്നാലും ഒക്കെ തന്നെ ഇവിടെ ആരെങ്കിലും നിന്ദിക്കുകയോ അല്ലെങ്കിൽ മോശാക്കുകയോ ചെയ്തതായിട്ട് കാണുന്നില്ല. മരക്കാരൊട്ടി മുസ്ലിയാരാവട്ടെ, നെയ്യൻ മുഹമ്മദ് മുസ്ലിയാരാവട്ടെ, നെയ്യൻ മഹമ്മൂലിയാരൊക്കെ എല്ലാവർക്കും ബഹുമാനം. എല്ലാവർക്കും പള്ളിയിൽ പഠിപ്പിച്ചിരുന്ന നമ്മളെ മൊല്ലാക്കാവട്ടെ, ഇങ്ങനെ ഞാൻ അറിഞ്ഞു നോക്കുമ്പോൾ ഈ മൂന്ന് സ്ഥലത്തും നമ്മൾക്ക് കൂടുതൽ അറിവുണ്ട്. ഇനി ബാക്കിയുള്ളിടത്തൊക്കെയായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരെ പറ്റിയിട്ടും വലിയ കഴിഞ്ഞു പോയ വലിയ വലിയ ആളുകളെ സംബന്ധിച്ച് ആരും ഒരു കുറ്റം പറയണില്ല. എല്ലാവരും ഓരെ പറ്റിയൊക്കെ ബഹുമാന പറയണം. എല്ലാവരും ഓരോടൊക്കെ സ്നേഹമാണ്. ആലിമീങ്ങളുമായ ആൾക്കാരോടൊക്കെ അവർക്കൊക്കെ എന്താണ്, സ്നേഹമാണ്. അതേപോലെ നൊസന്തങ്ങൾ പാപ്പ, ജമലുല്ലയിൽ നൊസന്തങ്ങൾ പാപ്പൊക്കെ ഇതിൽ കൂടെ ഒക്കെ അങ്ങനെ നടന്നു പോകും. അങ്ങനെ കേട്ടിട്ടുണ്ട്. ചീനായി തുണിയെടുത്തുകാണ്ട് മഹാനവറുകളൊക്കെ നടന്നു പോകും. അവരെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളാണ്. ചീനായി തുണിയൊക്കെ എടുത്തിട്ട് ഇതിൽ കൂടെ ഒക്കെ നടന്നു പോകാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെ മഹാന്മാരായ ആളുകളെ പറ്റിയോ കാരണവന്മാരെ പറ്റിയോ മറ്റവരെ പറ്റിയിട്ട് ഒരു കുറ്റവും ഇവിടെ ആരും പറയാനില്ല. അപ്പൊ ആ നിലക്കുള്ള ഒരു നല്ല സാഹചര്യം ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. അത് അള്ളാഹ് തരണ്ടേ. ഓരോ നാട്ടിലൊക്കെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടത്തൊക്കെ കഥ അറിയാം. ഓരോ സ്ഥലത്ത് ചെന്നാൽ അങ്ങോട്ട് കൊളുത്തി ഇങ്ങോട്ട് കൊളുത്തി, മറ്റാളെ കുറ്റം പറഞ്ഞ് ഇയാളെ കുറ്റം പറഞ്ഞ്, ഇങ്ങനെ പൂർവികന്മാരായ ആളുകളൊക്കെ തള്ളി പറയുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, മഹാനായ ഗസാലി ഇമാമ പറഞ്ഞു, നീ ഒരിക്കലും അങ്ങനെ ആക്ഷേപിക്കരുത് കേട്ടോ. വലാ തശുക്കുഹു, നീ അവനെ സംശയിക്കരുത് കേട്ടോ, അവനെ സംശയിക്കരുത്. അത് അവനക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ എന്നോട് പറയാൻ പറ്റുന്നതായിക്കാരം, ചിലപ്പം പറയാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ട് അവനെ നീ സംശയിക്കരുത് എന്ന് മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു. ഇനി പറഞ്ഞു, ഫഇദാ റഅയ്ത മിൻഹും കറാമത്തൻ വഖൈറൻ, അവരെ വക്കൽ നിന്നിട്ട് നിന്റെ സുഹൃത്തുക്കള്, അയൽവാസികള്, ബന്ധപ്പെട്ട ആൾക്കാർ, കുടുംബക്കാർ, എനിക്ക് പരിചയമുള്ള ആൾക്കാർ, പരിചയം ഉള്ള ആൾക്കാർ. ഞാനിങ്ങനെ വളരെ ചെറുപ്പത്തിൽ ഉമ്മാന്റെ മൂത്തമ്മാന്റെ ഒരു മകൻ വന്ന്, അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു പുറത്തെടുക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമ്മ ഔത്താണ്, ഉമ്മാക്ക് ആളെ കാണാൻ പറ്റൂല, അതുകൊണ്ട് ഇയാൾ പുറത്തു നിന്നിട്ട് ഇങ്ങനെ ബാവാക്കാന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഓൻ്റെ അടുത്ത് പോയി, അന്നൊക്കെ ഗൾഫിൽ നിന്ന് വരികയെന്നൊക്കെ പറഞ്ഞത്, ഞാനോട് കുപ്പായശീലെ ചോദിച്ചു. അതിൻ്റെ ഒക്കെ ഒരു കഥ അങ്ങനെയാണ്. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് കുപ്പായശീല കൊണ്ടുവരും. എന്നിട്ട് അത് എല്ലാവർക്കും കൊടുക്കാണ്ടാവൂല. ഈ മനുഷ്യൻ 2 കൊല്ലം 2.5 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ഉമ്മാനും ബാപ്പാനും ഭാര്യനും മക്കളൊക്കെ കാണാൻ വേണ്ടി വരുമ്പോ ഈ ആൾക്കാർക്കൊക്കെ കിട്ടേണ്ടത് ഒരു കുപ്പായശീലയും ഒരു അത്തറ് കുപ്പിയും ഒരു സ്പ്രേ ഒക്കെയാണ് അന്ന് കിട്ടേണ്ടത്. ഒക്കെ പഴയ ആൾക്കാർക്കൊക്കെ നിശ്ചയുണ്ട്. എന്നിട്ട് ഇത് എല്ലാവർക്കും കൂടി കൊടുക്കാണ്ടാവോ? അപ്പൊ ഞാൻ പോയി ചോദിച്ചപ്പോ ഓൻ എനിക്ക് തന്നില്ല. എന്നിട്ട് ഞാൻ നേരെ വന്നിട്ട് തുണിഷാപ്പ് പോയിട്ട് കുപ്പായശീല എടുത്തുക, നേരെ വന്നിട്ട്. അപ്പൊ അതിനോടുള്ള ആ ഒരു ഓൻ എനിക്ക് തന്നില്ല. എന്നിട്ട് അതിന് സങ്കടം പറയാൻ, അതിന്റെ ആ പരാതി പറയാൻ. അവിടെ മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നത്, അവരെ വക്കൽ നിന്നിട്ട് വല്ല ഖൈറോ മറ്റോ കണ്ടാൽ ഫശ്കുരില്ലാഹ, അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം. അല്ലദീ ഹബ്ബബക ഇലൈഹി, അങ്ങനെ പറഞ്ഞു. ഒരു മനുഷ്യനിക്ക് നിന്നോട്
അള്ളാഹു ഒരു മനുഷ്യനിക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ തന്നെ അവരെ ഹെൽപ്പും ചെയ്താൽ, തന്നെ ഏതെങ്കിലും രൂപത്തിൽ സഹായിച്ചാൽ, ആ മനുഷ്യനിക്ക് എന്നോട് സ്നേഹം കൊടുത്തത് അള്ളയാണെന്ന് മനസ്സിലാക്കണം. ആ മനുഷ്യർക്ക് എന്നോട് സ്നേഹം കൊടുത്തുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. സ്നേഹം കൊടുത്തത് കൊണ്ടിട്ടാണല്ലോ. വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ആഖിറത്തിൽ എന്തെങ്കിലും കൂലി കിട്ടാൻ വേണ്ടി മഹാന്മാരായ ആളുകളെ വല്ലാതെ, തിരുരങ്ങാടി ഉസ്താദ് വല്ലാതെ വിഷമിച്ചപ്പോൾ ഉസ്താദിന് പലപ്പോഴും കടണ്ടാവും. ഉസ്താദിന് ഭയങ്കര ചെലവാണ്. ഉസ്താദിന്റെ പെരയിലൊക്കെ എപ്പോഴും ആൾക്കാരും പല വിഷയങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ചെലവ്. ഉസ്താദ് വളരെ അടുപ്പുള്ള ആളുകളുടെ മനസ്സ് തുറക്കുള്ളൂ. വളരെ അടുപ്പുള്ള ആൾക്കാർ അവരിങ്ങനെ ബന്ധപ്പെടുമ്പോഴേ ഉസ്താദിന് പറയുള്ളൂ. ഉസ്താദിന്റെ ബൈത്തിൽ തന്നെ എന്ന് ഉസ്താദിന്റെ ബൈത്തിൽ തന്നെ കാണാം. പടച്ചോനെ, അഭിമാനം, ആ അഭിമാനത്തെ അപമാനപ്പെടുത്തുന്നതാണ് കടം. കടം അത് കൊടുക്കാൻ കഴിയാതിരുന്നാൽ കടം കൊടുത്ത വ്യക്തി ചിലപ്പോൾ അങ്ങാടിയിലിട്ടേ കാര്യം പറയാം, അങ്ങാടിയിട്ട് എന്താ പൈസ തരാത്തത് എന്ന്. ആ സ്നേഹം, ആ ലോകിയൊക്കെ കണ്ട് മാറും. പൈസയുമായി ഇടപെടുന്ന അവസരത്തിൽ ഒരു വട്ടം ചോദിച്ച് തന്നില്ല, ഞാൻ അപ്പം തരാം ഇപ്പം തരാന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചിട്ട് തരാതിരിക്കുമ്പോ പിന്നെ ചെയ്യല് പള്ളിക്കെന്ന് ഇറങ്ങുമ്പോഴാണ് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങാടിയിട്ടാണ് ചോദിക്കുക. അത് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളോ അതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഈ മനുഷ്യനെ ഒന്നുമല്ലാതായി. അങ്ങനെ ഉന്നതനായി ജീവിച്ച ആളെ സമൂഹത്തിലിട്ടാണ് വഷളാക്കും. അപ്പൊ പടച്ചോനെ, അഭിമാനമൊക്കെ തെദിനീസാക്കുന്ന, വഷളാക്കുന്നതാണ് കടം. ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഉസ്താദിന്റെ ബൈത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ പല ആളുകളും വന്നിട്ട് ഉസ്താദിനെ സഹായിച്ചിരുന്നു. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓരോരുത്തരോടും മഹബത്ത് അള്ള കൊടുക്കുന്നതാണ്. അത് മറ്റെന്ത് കാട്ടിയിട്ടും കാര്യമില്ല. ഒരാള് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യുവാനുള്ള ഒരു മാനസിക അവസ്ഥയും സ്നേഹവും അള്ളട്ട് കൊടുക്കുന്നതാണ്. അതാണ് മഹാനായ ഗസാലി ഇമാമ പറഞ്ഞത്, അല്ലദീ ഹബ്ബബക ഇലൈഹിം, നിനക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും അതേപോലെ തന്നെ സൗകര്യം ചെയ്യാനൊക്കെ അവർക്ക് തോന്നിയത് അള്ളാഹ് ഹുബ്ബ്, മഹബത്ത് അവർക്ക് കൊടുത്തത് കൊണ്ടിട്ടാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഒരാളോട് മഹബത്ത് വെച്ചാൽ, അള്ളാഹ്ക്ക് ഒരാളോട് ഇഷ്ടമുണ്ടായാൽ, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകുന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുമ്പോഴാണ്, തഖ്വ ചെയ്യുമ്പോഴാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹ്ക്കോട് ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് അങ്ങനെ ഇഷ്ടം വരാൻ കാരണം അള്ളാഹ് ഇതിനാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഒരാളെ ഒരു വിഷയത്തിന് വേണ്ടി പറഞ്ഞയച്ച് അയാളെ നല്ല രൂപത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓരോട് ഇഷ്ടം ഉണ്ടാവുമല്ലോ, ഓരോ വട്ടത്തിന് ചെയ്താൽ. അപ്പൊ അള്ളാഹ് നമ്മളങ്ങോട്ട് വിട്ടുകണത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത് അത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു ആദരവാണ്. അള്ളാഹു നമുക്ക് ചെയ്ത വലിയ ആദരവും ബഹുമാനവുമാണ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളത്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ. അപ്പോ ജല്ലജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനോട് മഹബത്ത് വന്നാൽ അള്ളാഹ് മലായിക്കത്തിനോട് പറയും, മലക്കുകളെ, എനിക്കും അവനോട് ഇഷ്ടം കേട്ടോ, എനിക്കും അവനോട് ഇഷ്ടം, നിങ്ങളെല്ലാവരും അവൻ ഇഷ്ടപ്പെടുക. എന്നിട്ട് ഹദീസിൽ കാണാം, അള്ളാഹു ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഇവനോട് അലിവുണ്ടാക്കി കൊടുക്കും, ഇവനോട് മഹബത്ത് ഉണ്ടാക്കി കൊടുക്കും, ഇവനോട് സ്നേഹം ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ ആര് ചെയ്യുന്നതാണ്? അള്ളാഹു ചെയ്യുന്നതാണ്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്നേഹം പോകും. ഒരൊറ്റ സെക്കൻഡ് മതി ഏത് പോകാൻ? സ്നേഹമൊക്കെ പോകാൻ. ഒരൊറ്റ സെക്കൻഡ് മതി സ്നേഹം ഉണ്ടാവാൻ. അതൊക്കെ ആര് ചെയ്യുന്നതാണ്? ജല്ലജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ ഗസാലി റളിയല്ലാഹു തആല പറഞ്ഞത്, അവര് വല്ലതും നിനക്ക് ചെയ്താൽ അള്ളാഹ്ക്ക് നന്ദി ചെയ്യണട്ടോ. ഇതൊക്കെ ഇന്റെ കഴിവുകൊണ്ടല്ല, ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നതുകൊണ്ടല്ല, പിന്നെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്നോടൊരു മഹബത്ത് കൊടുത്തു, ഒരു സ്നേഹം കൊടുത്തു, അതുകൊണ്ടാണ് എന്നുള്ള ചിന്ത എപ്പോഴും വേണം. എന്നിട്ട് വഇദാ റഅയ്ത മിൻഹും ശർറൻ, വല്ല ഷർറും അവരിൽ നിന്ന് വന്നാൽ, നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും ചോദിച്ചു തരാതിരുന്നാൽ, ഇപ്പൊ പറയുന്നത് ഇനി അവരെ വക്കുന്ന പോലെ ഷർറും വന്നാൽ ആ നിലക്ക് പ്രതികരിക്കരുത്, ആ നിലക്ക് അവരോട് പെരുമാറരുത്. ഫഖിൽഹും ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഏൽപ്പിക്കണം. അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിട്ട് വസ്തഅദ് ബില്ലാഹി മിൻ ശർരിഹിം, അതെ,
അവരുടെ ഷെറിൽ നിന്ന്, അവരുടെ നാശത്തിൽ നിന്നിട്ട് അള്ളാഹിനോട് കാവൽ ചോദിക്കണം. പടച്ചോനെ അവരുടെ ഷെറിന്ന് എന്നെ കാക്കണേ എന്ന് പറഞ്ഞിട്ട് കാവൽ ചോദിക്കണം. വലാ തുആതിബുഹും, അവരാക്ഷേപിക്കരുത്, അവരാക്ഷേപിക്കരുത്. അവരെ ഒക്കൽ നിന്ന് വല്ല ബുദ്ധിമുട്ടും നിനക്ക് വന്നാൽ തന്നെ ആക്ഷേപിക്കരുത്. ചിലപ്പോൾ അയൽവാസികൾ, അതൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നതാണ്. അയൽവാസികളായ ആൾക്കാർ ഒരു കൊമ്പ് കെടു തൂങ്ങി നിൽക്കുമ്പോൾ ഓനോട് അത് വെട്ടാൻ പറഞ്ഞു, ഓനെ വെട്ടിയില്ല. എന്നിട്ട് ഇപ്പൊ ആ കൊമ്പ് കൊണ്ട് ഓന്റെ ആടിന്റെ മേത്തേക്ക് ആ കൊമ്പ് വീണ്, അല്ലെങ്കിൽ ഓന്റെ കിണറ്റിൽക്ക് അതിൽ വന്ന് ഇങ്ങനെ ഇല വീണ്, എന്നിട്ടൊക്കെ വലിയ വിഷമങ്ങൾ ഉണ്ടായി. അപ്പോഴൊന്നും ആക്ഷേപിക്കരുത്. പറയാ, ആക്ഷേപിക്കരുത്. എന്തെങ്കിലും ഷെറ് അവരെ വക്കെന്ന് വന്നാൽ അള്ളാഹിനോട് പറയണം, പഠിച്ചവരെ ഇവരെ ഷെറിന്നൊക്കെ നീ കാക്കണേ എന്ന് അള്ളാഹിനോട് പറയാ. അവരെ നീ ആക്ഷേപിക്കരുത്. അത് മാന്യമായ രൂപത്തിൽ പെരുമാറാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. വലാ തുആതിബുഹും, നീ അവരെ ആക്ഷേപിക്കരുത്. വലാ തഖുല്ലഹും, നീ അവരോട് പറയരുത് ലിമ ലം തഅരിഫു ഹഖി, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് നമ്മളോട് കടമല്ലേ, നിങ്ങളെ വരേന്നല്ലേ നിങ്ങളുടെ വീഴുന്നത്, എന്താ നിങ്ങളത് മനസ്സിലാക്കാത്തത്, നിങ്ങളെന്താ നമ്മളെ ബുദ്ധിമുട്ടിക്കണത് എന്നൊന്നും അവരോട് പറയരുത്. നമ്മൾ അങ്ങനല്ലേ, അന ഫുലാൻ പിന്നെ ഫുലാൻ, നിന്റെ വാപ്പല്ലേ നിങ്ങൾക്ക് അത് തന്നത്, നിന്റെ പാപ്പല്ലേ അത് തന്നത്, ഞങ്ങളല്ലേ അത് ചെയ്തത്, ഞങ്ങളല്ലേ ഇത് ചെയ്തത്, നിന്റെ അമ്മല്ലേ അത് ചെയ്തത് എന്നൊന്നും പറയരുത്. വാന ഫുലാനുവിന് ഫുലാൻ ഹുസാലിമാവ് പറയാം, അങ്ങനൊന്നും പറയരുത്. ഞമ്മളൊക്കെ അല്ലേ നിങ്ങളെ വളർത്തിയത്, ഞങ്ങളപ്പപ്പാരല്ലേ നിങ്ങളൊക്കെ അങ്ങനെ ആക്കിയത് എന്നൊന്നും പറയരുത് എന്ന് മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു. ഫഇന്ന ദാലിക മിൻ കലാമിൽ ഹംഖാ, ഹംകോള കലാമാണ് അതൊക്കെ, ഹംകോള കലാമാണ്. ഞങ്ങൾ അങ്ങനല്ലേ, ഞങ്ങൾ ഇങ്ങനല്ലേ, നമ്മളല്ലേ നിങ്ങളൊക്കെ അങ്ങനൊക്കെ നോക്കിയത്, എന്നിട്ട് ഒരു വിഷയം വന്നപ്പോ നിങ്ങളെന്താ അങ്ങനെ ചെയ്യണത് എന്നൊന്നും പറയരുത്. ഹംകോള വർത്തമാനത്തിൽപ്പെട്ടതാണ്. ഏറ്റവും വലിയ ഹംകാരാന്നറിയോ? പറയും ഏറ്റവും വലിയ ഹംകാരാന്നറിയോ? സ്വന്തം ശരീരത്തിനെ പൊക്കി പറയുന്നവനാണ്. സ്വന്തം ശരീരത്തെ പൊക്കി പറയുന്നവനാണ് ഏറ്റവും വലിയ ഹംക്ക് എന്ന് ഗസാലി ഇമാം പറയാണ്. സ്വന്തം ശരീരത്തിനെ പൊക്കിയിട്ട് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ മറ്റത് ചെയ്തു, ഞാൻ അങ്ങനെയാക്കി, ഞാൻ ഇങ്ങനെയാക്കി, നമ്മളത് കാട്ടി, നമ്മളിത് ചെയ്തു എന്നൊക്കെ പറയുന്ന ആളുകളാണ്. എന്നോട് നമ്മൾ തിൽമീദിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ അത്ര കൊല്ലം അവിടെ നിന്ന്, എന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്ത്, ഞാൻ അങ്ങനെ ചെയ്ത്, ഞാൻ ഇങ്ങനെ ചെയ്ത്. ഞാൻ പറഞ്ഞേക്കാൻ എനിക്ക് അള്ളാഹിനെ കൂലിട്ടാനല്ലേ, കൂലിട്ടാനല്ലേ, എന്നിട്ട് ഓലിനോട് അങ്ങനെ കാട്ടി, ഓലിനോട് ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ അത് അള്ളാഹിനടുത്ത് കൂലിട്ടാൻ വേണ്ടി ചെയ്തു, ഓരോ കാട്ടിയെ ക്ഷമിക്കുക, അങ്ങനെയല്ല നമ്മോട് പറഞ്ഞിട്ട്, അങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മോട് പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ. അപ്പോ സ്വന്തം ശരീരത്തെ പൊക്കി പറയുന്നവൻ ഏറ്റവും വലിയ ഹംകാണ്, വിഡ്ഢിയാണ്. എന്നിട്ട് മഹാനായ ഗസാലി ഇമാം അവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയം. വഅലം, മോനെ മനസ്സിലാക്കിക്കോ, അന്നല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുസല്ലിതുഹും അലൈക ഇല്ലാ ബിദൻബിൻ സബഖ മിൻക, നിനക്ക് കൃപ ചെയ്യാത്ത, നിന്നെ സ്നേഹിക്കാത്ത, നിന്നെ ബഹുമാനിക്കാത്ത, നിന്നോട് അടുപ്പം കാണിക്കാത്ത അയൽവാസികളെയും കൂട്ടുകാരെയും ഒക്കെ അള്ളാഹ് എനിക്ക് തരുന്നത് എൻ്റെ പക്കന്ന് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി കളയാൻ. എൻ്റെ പക്കന്ന് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടാവും. ആ ദോഷം കൊണ്ടിട്ടാണ് ഇത്തരം അയൽവാസികളെയും കുടുംബക്കാരെയും അതേപോലെ തന്നെ ഭാര്യ വീട്ടുകാരെയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ അനക്ക് ഹെൽപ്പ് ചെയ്യാത്ത, അന്നെ സ്നേഹിക്കാത്ത ആൾക്കാരൊക്കെ എൻ്റെ ബന്ധുക്കളായി, അയൽവാസികളായി, കൂട്ടുകാരായി അള്ളാഹു സുബ്ഹാനഹു വ തആല അനക്ക് തരുന്നത് അത് എൻ്റെ പക്കന്നുള്ള ദോഷം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കളയാൻ. അതുകൊണ്ട് ഫസ്തഗ്ഫിരില്ലാഹ മിൻ ദംബിക, നീ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചോ. വഅലം അന്ന ദാലിക ഉഖൂബത്തുൻ മിനല്ലാഹി തആല, അതൊക്കെ അള്ളാഹിന്റെ പക്കൽ നിന്നുള്ള പരീക്ഷണാണെന്ന് മനസ്സിലാക്കി കാണാൻ. എന്റെ പക്കൽ എന്തൊക്കെ തെറ്റുകൾ വന്നിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കി കാണാൻ. വകുൻ ഫീമാ ബൈനഹും സമീഅൻ ലിഹഖിഹിം അസമ്മഅൻ ബാത്തിലിഹിം, നീ അവരുടെ അവകാശങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നവരും അവരെന്തെങ്കിലും അന്നെ ബുദ്ധിമുട്ടിച്ചാൽ അതൊന്നും ശ്രദ്ധിക്കാത്തവനുമായിക്കോ നീ. ഇമാം പറയാം, നീ അവരുടെ ജീവിക്കേണ്ടത് അവരുടെ അവകാശങ്ങളൊക്കെ അത് നല്ലപോലെ നിർവഹിച്ചു കൊടുത്താളെ. അവരെന്തെങ്കിലും എന്നോട് ചെയ്താലോ അത് ശ്രദ്ധിക്കാതിരുന്നോ. എന്നിട്ട് പറയുന്നു തൂക്കം ബി മഹാസിനിഹിം സമൂത്തൻ അൻ മസാവിഹിം, അവര് നിന്റെ കൂട്ടുകാര്, കുടുംബക്കാര്, അയൽവാസികളൊക്കെ ചെയ്ത നന്മകൾ നീ ഇങ്ങനെ പറഞ്ഞോ, ഓരോ നന്മകളൊക്കെ നീ പറഞ്ഞോ. അവരുടെ പക്കൽ നിന്ന് വന്ന തിന്മകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അത് നീ ആരോടും പറയണ്ട.
അവർ ചെയ്ത നന്മകൾ വല്ലാത്ത ഒരു അവസാനിപ്പിക്കുകയാണ് ഈ വിഷയം അവസാനിമാണ്. അത് വല്ലാത്തൊരു വിഷയം, അവസാനത്ത് വല്ലാത്തൊരു വാക്കാണ്. അതൊക്കെ അള്ളാഹ് തൗഫീഖ് ചെയ്ത ആൾക്കാർക്കല്ലാതെ ആർക്കാപ്പത് സാധിക്കും? ഇങ്ങോട്ട് എതിർക്കുകയും ദേഷ്യം പിടിക്കുകയും ഇങ്ങനൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നന്മകൾ ചെയ്ത ആൾക്കാരോട് പറഞ്ഞോ? ഏത് പറയണ്ട? ഓരോ തിന്മകളോ ഓരോ ചെയ്ത ബുദ്ധിമുട്ടുകളൊന്നും ആരോടും പറയണ്ട. മറ്റതൊക്കെ പറഞ്ഞോ? തിരിച്ചല്ലേ എല്ലാവരും ചെയ്യല്. തിരിച്ചല്ലേ ഒരു നന്മ ഉണ്ടെങ്കിൽ അത് പറയില്ല, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. അത് പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത ഭാര്യ വീട്ടുകാരാണെങ്കിൽ അതെന്നെ പറയും. എൻ്റെ അമ്മ അത് ചെയ്തില്ലേ, എൻ്റെ ആങ്ങളത് ചെയ്തില്ലേ, എൻ്റെ അമ്മോൻ അത് ചെയ്തില്ലേ, എൻ്റെ ഇങ്ങനെ ചെയ്തില്ലേ, ഇത് പറഞ്ഞിട്ട് ഇതന്നെ ഒരു പാട്ടാണ് ചില ആൾക്കാർക്ക്. അതിങ്ങനെ പറഞ്ഞാണ്ട് കുത്തിരിക്കും. മഹാനായ ഹുസൈൻ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ആ കുടുംബത്തിൽ എന്തൊരു സന്തോഷം ഉണ്ടാവുന്ന. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ വീട്ടുകാരെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ പെണ്ണിന് എന്താ ചെയ്യാൻ? വാപ്പ ഇഞ്ഞ പെരേക്ക് പോവാൻ, ഉമ്മ ഇനി പെരേക്ക് ആങ്ങളാരും മറ്റൊക്കെ ഉണ്ടാവും, ഓരോരുത്തർക്കൊക്കെ എപ്പോഴും പോകാൻ വയ്ക്കും. പിന്നെ ഇതിങ്ങനെ കേട്ട് സഹിച്ചിരിക്കന്നെ വേറെ എന്ത് ചെയ്യും? 2 ദിവസം മുമ്പ് നമ്മളെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞെന്നോട്, ഉസ്താദെ ഒരു പെണ്ണ് വല്ലാതെ സങ്കടം പറയുന്നുണ്ട്, ഒരു സ്വൈര്യമില്ല, എപ്പോ നോക്കിയാലും പ്രയാസങ്ങൾ, പാപ്പി മരിച്ചുപോയി, ഇമ്മി മരിച്ചുപോയി, എവിടേക്കും പോകാനുമില്ല. എന്നിട്ട് അവസാനം ആ പെണ്ണ് പറഞ്ഞു, ഉസ്താദ് ആത്മഹത്യ ചെയ്യേണ്ടി വരും, എനിക്ക് കഴിയണില്ല, സഹിക്കണില്ല, എനിക്ക് കഴിയണില്ല. അപ്പൊ ഞാൻ അതിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞെടുത്ത് ദ്വാരക്കല്ലാതെ എന്താ ചെയ്യാ? എന്താ ഇപ്പം ചെയ്യാ? അത് എന്തെല്ലാം ഈ നമ്മളെ കുട്ടികളൊക്കെ നോക്കണത് പോലാണ്. ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല. പഴയ കാലത്തെ അമ്മമാരുടെ ഒക്കെ അവസ്ഥ എന്താ? നമ്മൾ എവിടെങ്കിലേക്കാണ്, നമ്മൾ ഏതെങ്കിലും ഭാഗത്തായിരിക്കും ഈ കുട്ടികളെ നോക്കുന്നത്. അതേപോലെ വീട് അടിച്ചു വൃത്തിയാക്കുന്നത്. നമ്മളൊന്ന് ചൂലെടുത്തിട്ട് അടിച്ചു നോക്കണം, അപ്പൊ അതിന്റെ കഥ അറിയാം. ഒന്ന് അടിച്ചു നോക്കണം, ആ ചൂലെടുത്തിട്ട് അടിക്കുന്നതും നമ്മളെ ഡ്രസ്സ് തിരുമ്പി തരുന്നതും, ഇങ്ങനെ എല്ലാ സംഗതികളും അവർ ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് ക്ഷമിക്കാനുള്ള അതാണ് ക്ഷമിക്കാതെ പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഇവര് സഹിക്കുകയാണ്. ഓരെന്താ പിന്നെ ചെയ്യാ? ഇവിടുക്കാ പോവാ? ആരോടാ പറയാ? അപ്പോ ഇവിടെയാണ് മഹാനായ ഉസ്താദി ഇമാം പറഞ്ഞത്. നേരെ മറിച്ച് ആ മഹാസിനൊക്കെ അമ്മ ഉണ്ടായിരുന്ന കാലത്ത്, നമ്മളിപ്പോ പെരേക്ക് ചെല്ലുമ്പോ എൻ്റെ അമ്മ ഉണ്ടായിരുന്ന കാലത്ത് ആ അമ്മ തന്നിരുന്ന ചായ എന്തോ ഒരു രസം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞു നോക്കുകയാണെങ്കിൽ 1 മാസത്തിന് പിന്നെ നല്ല സന്തോഷം ഉണ്ടാവും. ആ ചായ എന്തൊരു രസം ഉണ്ടായിരുന്നു, ആ അമ്മ ആ കടി ഉണ്ടാക്കി തന്നപ്പോ എന്തൊരു രസം ഉണ്ടായിരുന്നു അമ്മാന്റെ ആ കടി എന്നൊക്കെ ആ പത്തിരിന്റെ ഒരു രസം എന്തായിരുന്നു. 1-2 വാക്ക് പറഞ്ഞാൽ മതി. അന്നൊക്കെ നമ്മളൊക്കെ പെരയൊക്കെ ഇങ്ങനെ ഞാൻ പുതിയപ്പോഴായിട്ട് നമ്മളുണ്ടാളും അങ്ങനെ ചെല്ലുന്ന അവസരത്തിൽ ആ ചായ കുടിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അതൊക്കെ കൊടുന്നുവരുമ്പോ അമ്മാന്റെ ആ മുഖം, ഉമ്മാന്റെ ആ തുണിയും, ആ കറുത്ത തുണിയൊക്കെ എടുത്തിട്ട് ഉമ്മ അങ്ങനെ വരുന്നത് എന്തോ ഒരു രസം ഉണ്ടായിരുന്നു എന്നൊക്കെ 2 വാക്ക് വന്നത് കൊണ്ട് വരുന്ന അവസരത്തിൽ ഇപ്പൊ കയ്യിൽ തൂക്കി പിടിച്ചിട്ട് ആ സാധനം കൊടുഞ്ഞില്ലേ കുറച്ചോനെ. അങ്ങനൊക്കെ ഉള്ളൊരു കാലം എന്തായിരുന്നു പറഞ്ഞാൽ ആ പെണ്ണിന്റെ ആ ഭാര്യന്റെ മനസ്സിൽ എന്തൊരു സന്തോഷം ഉണ്ടാവും. ഇത് എപ്പോ നോക്കിയാലും ഇത് പറിച്ചത് തന്നെ പണി. എൻ്റെ ആങ്ങൾ അങ്ങനെ ചെയ്ത്, എൻ്റെ ആങ്ങൾ അങ്ങനെ, മറ്റവൻ ഇങ്ങനെ ചെയ്ത്, മറ്റാളയാൾ ഇങ്ങനെ ചെയ്ത്. മഹാനായ ഉസ്താദി പറയുന്ന വാക്കെന്താന്ന് പറയുന്നത് തൂക്കമ്പി മഹാസിനിഹി എന്നാ പറഞ്ഞത്. ഓരോ നന്മകളൊക്കെ കൂടുതൽ പറഞ്ഞ ചെയ്തു. ഓരോ നന്മകളൊക്കെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ, ഇതൊക്കെ ഒന്ന് പലപ്പോഴും ഇങ്ങനെ കടിച്ചു പിടിച്ച് ക്ഷമിക്കേണ്ടി വരും. പലപ്പോഴും ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ക്ഷമിക്കേണ്ടി വരും. വെറും ക്ഷമല്ല, കടിച്ചു പിടിച്ചിട്ടൊക്കെ ക്ഷമിക്കേണ്ടി വരും. നമുക്കൊക്കെ അനുഭവമാണ്. ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് അപ്പൊ എനിക്കിത് ഓർമ്മ വരും. ലതൂക്കമ്പി മഹാസിനിഹിം, അവരുടെ മഹാസിൻ ഇജ്ജ് പറഞ്ഞോ, അവരൊക്കെ ചെയ്ത നന്മകൾ ഇനി പറഞ്ഞു, അത് കൂടുതൽ പറഞ്ഞോ എന്നാണ് അതിന്റെ തൂക്ക്. താലിമുകൾക്കൊക്കെ എന്റെ പ്രയോഗം അറിയാൻ സാധിക്കും. അത് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പറയുമ്പോ അതിന്റെ ഒക്കെ ഒരു രസം. അപ്പോൾ നല്ലൊരു ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാനുള്ള വേണ്ടത്. ഒരു മനുഷ്യനെ അത് ആരായിരുന്നാലും ശരി സന്തോഷിപ്പിക്കാനാണല്ലോ ഒരു മനുഷ്യനെ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. ലതൂഖംബി മഹാസിനിഹിം സമൂത്തൻ അൻ മസാവിഹിം, അങ്ങനെ പറഞ്ഞു. സമൂത്തൻ അൻ മസാവിഹിം, പോലെ അവരുടെ വക്കൽ നിന്ന് വന്ന പാകപ്പിഴവുകൾ, തെറ്റുകൾ, അതൊക്കെ നീ മിണ്ടാതിരുന്നു, അതൊരിക്കലും പറയണ്ട. ഇങ്ങനെ ജീവിക്കാനാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മറ്റൊരു കാര്യം, ഭക്ഷണം കഴിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും കഴുകൽ സുന്നത്താണ്. 2 കൈയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴുകൽ സുന്നത്താണ്. പിന്നെ പറഞ്ഞ് നല്ല ചൂടോടെ ഒരു സാധനം ഭക്ഷിക്കരുത്. നല്ല ചൂടോടെ ഭക്ഷിക്കാൻ പാടില്ല.
ഭക്ഷണത്തിലേക്ക് ഊതാൻ പാടില്ല. ഊതിയിട്ട് ഈ ചായന്റെ ചൂടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഊതിക്കൊണ്ടിട്ട് അത് തണുപ്പിക്കാൻ പാടില്ല. ഇനി ശബ്ദം വരാത്ത രൂപത്തിൽ ഊതുന്നോണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫു 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 എന്ന് പറഞ്ഞിട്ട് ശബ്ദം വരുന്ന രൂപത്തിൽ ഊതരുത്, അത് കറാഹത്താണ്. ശബ്ദം വരാത്ത രൂപത്തിൽ ഊതുന്നതുകൊണ്ട് വിരോധമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം മണത്ത് നോക്കരുത്. ഫുഖഹാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം മണത്ത് നോക്കരുത്, അത് മൃഗത്തിന്റെ സ്വഭാവമാണെന്ന്. ഭക്ഷണം മണത്ത് നോക്കാൻ നമ്മൾ കാണുന്നുണ്ട്, ഭക്ഷണം മണത്ത് നോക്കുന്ന ഒരു സ്വഭാവം മൃഗങ്ങളൊക്കെ ചെയ്യലുണ്ട്. ആ ഭക്ഷണം മണത്ത് നോക്കരുത്. പിന്നെ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ധരിച്ചുകൊണ്ട് പറഞ്ഞത്, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പടച്ചോനെ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഖുവ്വത്ത് കിട്ടാൻ, ആരോഗ്യം കിട്ടാനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന നിയ്യത്ത് വേണം. ഭക്ഷണം കഴിക്കുന്നത് അതിനോടുള്ള ആർത്തി കൊണ്ടായിരിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഇബാദത്തിന് വേണ്ടി ആ ശക്തി കിട്ടാനാണ്, നിസ്കരിക്കാനുള്ള ശക്തി കിട്ടാനാണ്, ഈ രൂപത്തിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലണം. ബിസ്മി ചെല്ലാൻ അഥവാ മറന്നാൽ അത് ഇടക്ക് വെച്ച് ചെല്ലണം. പേരക്കുട്ടികളൊക്കെ എത്തിയിരുന്നിട്ട് ഭക്ഷണം കൊടുക്കണം. മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ കാണാം, പേരക്കുട്ടികളൊക്കെ എത്തിയിരുന്നിട്ട് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ, ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയായിരുന്നു, തങ്ങളെ കല്യാണത്തിന് പോയപ്പോൾ പെരേന്ന് പേരക്കുട്ടികളൊക്കെ വന്നിരുന്നു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ എത്തിയിരുന്നിട്ട് എനിക്കത് വേണം ഇത് വേണമെന്ന് കുട്ടികൾ പറയും. കുട്ടികൾക്ക് ഇപ്പോൾ അങ്ങനെയല്ലോ, ഓരൊക്കെ നമ്മളെപ്പോഴെങ്കിലും ഓർക്ക് കിട്ടുള്ളൂ. അപ്പൊ കിട്ടുന്ന അവസരത്തിൽ അപ്പൊ ബിസ്മിയല്ലേ, ആ ബിസ്മിയല്ലേ. ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറഞ്ഞോ, അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പൊ കുട്ടിനോട് മോനാജി ബിസ്മി അല്ലയോ, ആ. അപ്പൊ ആ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവും, വല്യാപ്പാന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ എന്റെ വല്യാപ്പ ബിസ്മി ചെല്ലിപ്പിക്കും. അത് മറ്റുള്ള എന്റെ വല്യാപ്പ ബിസ്മി ചെല്ലിപ്പിക്കും, ബിസ്മി ചെല്ലിക്കോ, ബിസ്മി. അപ്പൊ ആ കുട്ടികൾക്ക് വലിയ സന്തോഷമാവും. ബിസ്മി ചെല്ലു മോനെ, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് മോനെ വിരലൊക്കെ ഒന്ന് നീമ്പിക്കാം. അപ്പൊ അവനെ പറയും. എന്നിട്ട് അവന്റെ മനസ്സിൽ ആ ചെറുപ്പകാലത്തുള്ളത് മനസ്സിൽ നല്ല തറച്ചു നിൽക്കും, നല്ല തറച്ചു നിൽക്കും. എന്നിട്ട് ആ കുട്ടി നമ്മളൊക്കെ മണ്ണായി പോയിട്ടുണ്ടാവും. ആ സമയത്ത് അവര് പറയും വല്യാപ്പ അങ്ങനെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ നമ്മള് ആ വല്യാപ്പ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ വല്യാപ്പാവുമല്ലോ. അപ്പൊ ആ വല്യാപ്പ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയും. ബിസ്മി ചെല്ലുക, അത് ചെല്ലിപ്പിക്കുക. ഭക്ഷണം കഴിക്കും തുടക്കത്തിൽ ചെല്ലാൻ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇടക്ക് വെച്ച് ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു എന്ന് പറഞ്ഞിട്ട് ഇടക്ക് വെച്ചും ബിസ്മി ചെല്ലാവുന്നതാണ്. അതോടുകൂടെ തന്നെ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തിട്ട് ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. വിരലെയ്യുമ്പോൾ 3 വട്ടം വിരലെയ്യുമ്പോൾ, 3 വട്ടം വിരലെയ്യുമ്പോൾ അത് സുന്നത്ത്. 3 വട്ടം, 7 വട്ടം വരെ വിരലെയ്യുമ്പോൾ സുന്നത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പിന്നിൽ വലിയൊരു ശാസ്ത്രീയ വശമുണ്ട്. വിരലെയ്യുമ്പുന്ന അവസരത്തിൽ തുപ്പുനീര് കൂടും. ഈ തുപ്പുനീര് എന്ന് പറയുന്നത് നമുക്ക് ദഹന പ്രക്രിയക്ക് വളരെ ഉപകാരമുള്ളതാണ്, നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ദഹിക്കാൻ. അതുകൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ പറയണ ചവച്ചരച്ച് കഴിക്കണം കേട്ടോ. നല്ല ചവച്ച് നല്ല ചവക്കണം. എന്തിനാ? നല്ല ചവക്കുമ്പോൾ ആമാശയത്തിന് പണി കുറയും. ആമാശയത്തിന് പണി കുറയും. അതോടുകൂടെ തന്നെ തുപ്പുനീര് ഇങ്ങനെ കൂടും. തുപ്പുനീര് കൂടുമ്പോൾ ഭക്ഷണം ദഹിക്കാൻ വളരെ ഫലപ്രദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വട്ടം കൈ ചെയ്യുമ്പോൾ, 3 വട്ടം കൈ ചെയ്യുമ്പോൾ, അങ്ങനെ കൈ ചെയ്യുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ഇത് സുന്നത്തായ കാര്യമാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ ചെയ്യുക എന്നുള്ളത്. അതോടുകൂടെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക, ഈലാഫി ഖുറൈശിൻ എന്ന് പറയുന്ന സൂറത്ത് ഓതുക. ഇതൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള സുന്നത്തിൽപ്പെട്ടതാണ്. ഖുൽ ഹുവല്ലാഹു. അതിനൊക്കെ സമയം കണ്ടെത്തണം, അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അൽഹംദുലില്ലാ എന്ന് പറയണം. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ടല്ലോ, വുളു എടുത്തതിന് ശേഷം ദുആ ചെയ്ത് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഒരു 3 ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതുക. ഒരു ഇന്നാ അൻസൽനാഹു ഓതാൻ പറ്റിയില്ല, എങ്ങനെ ഒരു ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ മഹാന്മാരായ ശുഹദാക്കളോട് കൂടെ, 2 ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ സിദ്ദീഖീങ്ങളോട് കൂടെ, 3 ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അമ്പിയാക്കന്മാരോട് കൂടെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ഇന്നാ അൻസൽനാഹു കൊണ്ടിട്ട് അള്ളാഹ് നമ്മൾ സ്വീകരിച്ചെങ്കിലോ? ഏതാണ് പറ്റൂ, ഏതാണെന്ന് അറിയില്ല. എപ്പോഴാണ് അള്ളാഹ് സ്വീകരിക്കാന്നൊന്നും പറയാൻ കഴിയൂല. എപ്പോഴെങ്കിലും ഒന്ന് അള്ളാഹ് സ്വീകരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കഴിച്ചിലായില്ലേ. ചിലപ്പോഴൊക്കെ വല്ലാതെ ബേജാറ് വരാറുണ്ട്. എന്താണ് പടച്ചോനെ ഇപ്പൊ നമ്മളെ കൊണ്ട് എന്താ കണ്ടുക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളൊക്കെ പൊരുത്തപ്പെടാൻ കഴിയാത്തത്, എവിടെ കണ്ടാലും പ്രയാസങ്ങൾ, എന്തായിരുന്നാലും പ്രയാസങ്ങൾ, വലിയ വലിയ വേദനിക്കുന്ന വാർത്ത. ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ അമ്പലത്ത് പോയി സിയാറത്ത് ചെയ്തതിന് വരുമ്പോൾ ഒരാൾ എൻ്റെ പിന്നാലെ വന്നു.
ഉസ്താദെ ഉസ്താദെ ഒന്നുമില്ല. അവൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമുണ്ട്, ചമ്മാട്ടെന്നൊക്കെ പരിചയമുള്ള ആള്. അവൻ്റെ മുഖമൊക്കെ ഒരു ജാതി വയ്ക്കണം. എപ്പോഴും കാണുന്ന ഒരാളാണ്. വന്നിട്ട് പറയും, ഉസ്താദെ എൻ്റെ പെണ്ണുങ്ങൾക്ക് സുഖം ഞാൻ എന്ത് ചോദിച്ചു. പെണ്ണുങ്ങൾക്ക് ഇടയ്ക്കൊരു തല്ലിറ്റലും ഒരു ബോധക്ഷയൊക്കെ വന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ തലൻ്റെ ഉള്ളിൽ വലിയൊരു മുഴ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വിഷമാണ്, അത് ബുദ്ധിമുട്ടും. അപ്പോൾ വയസ്സ് എത്ര ചോദിച്ചപ്പോൾ 45 വയസ്സാണ് അയക്കണത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വിഷമമൊന്നും കൂടാതാവണം. ഇന്നലെ കുട്ടികളെ കൂട്ടത്തിൽ വന്ന ഒരു അഹ്സനി പറഞ്ഞു, ഉണ്ടക്കാക്ക, ആ കാക്ക അങ്ങനെ മൂത്രം വയ്ക്കുമ്പോഴൊക്കെ ഇത് രക്തം വരിക. ഇന്നൊക്കെ നോക്കിയെന്നത് ഓൻ്റെ ചെറുപ്പത്തിൽ ഓൻ്റെ വാപ്പ മരിച്ചിരിക്കണം. ഇന്നൊക്കെ നോക്കി നിൽക്കാക്കയാണ്. അപ്പോൾ പെങ്ങള് ഭർത്താവ് കാര്യം തീർത്തിട്ട് പെങ്ങള് ഓളെ പെരയിലുണ്ട്. ഓളെ നോക്കണത്, ഓളെ പെര ബാങ്കിൽ പണയത്തിലാണ്, അളിയനത് പണയം വെച്ചതാണ്, അതൊക്കെ കൊടുക്കുന്നത് ഇക്കാക്കയാണ്. അങ്ങനെ ഇക്കാക്കാനെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ മൂത്രത്തിന്റെ ആ ഭാഗത്തൊരു മുഴ. ഇനിയിപ്പോൾ നാളെ ഓപ്പറേഷത്തിന് വേണ്ടി പോവാണ്. ഇങ്ങനെ കേൾക്കുന്നതൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അല്ലാഹുവോട് ദ്വാരക്കാം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എപ്പോഴും എന്താണ്, എപ്പോഴാണ്, എന്താണ്, ആർക്കാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല. ജല്ലജലാലുവായ അള്ളാഹുവിനോട് ദ്വാരക്ക. അല്ലാഹുമ്മ ഇഹ്ഫദ്നാ യാ ഫയ്യാദ് മിൻ ജമീഇൽ ബലാഇ വൽ അഅദാഇ വൽ അംറാദ്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ ദ്വായിൽപ്പെട്ടതാണ്. ആ സുലൈമാൻ ഉസ്താദ് ദ്വാരക്കാനുള്ള കാരണം കൈപ്പറ്റ ഉസ്താദ് അങ്ങനെ ദ്വാരക്കലുണ്ടായിരുന്നു. പടച്ചോനെ രോഗങ്ങൾ തൊട്ടൊക്കെ കാക്കണേ. എല്ലാ നിസ്കാരത്തിനും കൈപ്പറ്റ ഉസ്താദ് ദ്വാരക്കും. അല്ലാഹുമ്മ ഇഹ്ഫദ്നാ യാ ഫയ്യാദ്. യാ ഫയ്യാദ് എന്ന് തന്നെയാണ് ദ്വായിലുള്ളത്. യാ ഹഫീദ് എന്ന് ചിലർ അത് പറയാറുണ്ട്. അത് ഫയ്യാദ് എന്ന് തന്നെയുള്ളത്. ഇഹ്ഫദ്നാ, അല്ലാഹ് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഫയ്യാദായ അല്ലാഹു എന്ന് ഞങ്ങളെ കാക്കണേ. മിൻ ജമീഇൽ ബലാഇ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും, വല്ല അഅദാഇ, ശത്രുക്കളിൽ നിന്നും, വല്ല അംറാദി, രോഗങ്ങളിൽ നിന്നും പടച്ചോൻ കാക്കല്ലാതെ നമ്മളെന്താ ചെയ്യുക? അള്ളാഹിനോട് പറയല്ലാതെ. അല്ലാഹു ജല്ല ജലാലുഹു ആ രണ്ടുപേർക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാരകമായ ക്യാൻസർ പോലത്തെ രോഗങ്ങളൊന്നും ആക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം അപകടങ്ങളും പ്രയാസങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങളെ മക്കള്, പേരക്കുട്ടികള്, ഞങ്ങളെ മരുമക്കള്, പടച്ചോനെ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, ഇങ്ങനെ അവരുടെ മക്കള്, ഇങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ട കിടക്കുന്ന കുടുംബക്കാർ, അള്ളാഹുവെ ശിഷ്യന്മാർ, ഉസ്താദുമാർ, ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, അവരൊക്കെ നീ കാക്കണം അല്ലാഹ്. എല്ലാ ബലായിൽ നിന്നും മുസീബത്തിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മക്കളും കുട്ടികളും കുടുംബക്കാരൊക്കെ സന്തോഷത്തോടുകൂടി ജീവിച്ചു കണ്ട് വീട്ടിലൊക്കെ വലിയ സന്തോഷം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങൾ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്ത്, സിഹത്ത്, സലാമത്ത് നീ നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഹജ്ജും ഉംറക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നീ പരിപൂർണ ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അതൊക്കെ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ചായം പലഹാരം നൽകുന്നത് അദ്ദുപ്പയാണ്. അദ്ദുപ്പാന്റെ അമ്മക്ക് വേണ്ടി വേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവരെ ഖബർ നീ സ്വർഗ്ഗപ്പൂങ്കാവനാക്കണേ അല്ലാഹ്. ഈ മഹല്ലത്തിൽ, പരിസര മഹല്ലത്തുകളൊക്കെ ബർക്കത്ത് നൽകി എല്ലാ കുടുംബത്തിലും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷം നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم ورحمة الله.